ആദിക്കിന്ന് ലീവ് ആയതുകൊണ്ട് അടുക്കള തന്നെയാണല്ലോ ആദി. എന്താണ് പരിപാടി? ബീഫ് ഉണ്ടാക്കിയതാ. ആണോ? ഇതൊക്കെ നീ അല്ല അരിഞ്ഞു വെച്ചേ? ഇതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ച്. ഓ, ഇന്ന് ഫുള്ള് പണിയിലാണ് കേട്ടോ. അരിഞ്ഞ് മടുത്ത് 1 മണിക്കൂറൊക്കെ അരിയെടുത്ത്. നമ്മൾ പുതിയ ടി വി വാങ്ങിയതിന്റെ ചെലവാണോ? ആണ്. ബീഫ് വരട്ടിയതും ബീഫ് വരട്ടിയതാ അല്ലെ കറിയോ? ഓക്കെ. നീ ഇന്ന് ഫുട്ബോളിനും ഇല്ലേ? എങ്ങനെയായിരുന്നു? ആദ്യം ഫുട്ബോളിന് ചേർന്നിട്ടോ, ഫുട്ബോൾ കോച്ചിങ്ങിന് ചേർന്നുണ്ട്. ഇനി ഫുട്ബോൾ പ്ലെയർ ആവാൻ പോവാന്നാ പറഞ്ഞേ അല്ലേ? കളി കണ്ടായിരുന്നു? അടിപൊളി കളി ആണോ? നല്ല വിജയകരമായിട്ട് 1-0 തോറ്റുണ്ട്. അതാ അടിപൊളി കളി. ഞാൻ നോക്കുമ്പോ ഉണ്ട് പന്തിന്റെ പുറകെ ഓടുന്നു, ഇവനെ കിട്ടുന്നില്ല പന്ത്. പാസ് വരുന്നില്ല. നീ ഫസ്റ്റ് ഇന്ന് ഇറങ്ങിയല്ലേ ഉള്ളൂ. ഒരു വർഷങ്ങളായിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. ആദ്യം ഇന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അതിന്റെ വ്യത്യാസമാണ്. കുഴപ്പമില്ല, റെഡിയാവും. അപ്പൊ എന്തായാലും ബീഫ് ആവട്ടെ. നമ്മളെ പുതിയ ടി വി ആണെങ്കിൽ കാണിച്ചു കൊടുക്കണ്ടേ? വാ, പുതിയ ടി വി വാങ്ങി കാണിച്ചു തരാം കേട്ടോ. നല്ലതാ. നമ്മളെ പഴയ ടി വി ആദി ഏത്? ഈ ടി വിയോ? ഈ ടി വി നമുക്ക് 6 വർഷം കിട്ടി. വിയു എന്ന് പറഞ്ഞ കമ്പനീന്റെ ടി വി ആയിരുന്നു. പക്ഷെ 6 വർഷം കിട്ടി. ഊന്നും പറയും വിയു എന്നൊക്കെ പറയുന്നുണ്ട്. അത് 6 വർഷം കിട്ടി. ഇപ്പൊ ഫുള്ള് ലൈന് വന്നിട്ട് നമ്മളിത് മാറ്റി. കറക്റ്റ് ഫുട്ബോളിന്റെ ടൈം ആയപ്പോഴേക്ക് നമ്മളെ പുതിയ ടി വി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ പുതിയ ടി വി. സാംസങ്ങിന്റെ 55 ഇഞ്ച് QLED. പിന്നെ അതിന്റെ കൂടെ തന്നെ അതാ ഒരു സൗണ്ട് ബാറും വാങ്ങിയിട്ടുണ്ട്. സാംസങ്ങിന്റെ തന്നെ ഒരു അടിപൊളി സൗണ്ട് ബാർ. അപ്പൊ ഇപ്പൊ കാണാൻ നല്ല രസമുണ്ട് അല്ലേ? 4K-നെക്കാളും മുകളിലാണ്. ആണ്? ആയിക്കോട്ടെ. ഇവിടെ നോക്കാൻ പറ മാനോട്. നോക്കി. അപ്പൊ അല്ല, ഇന്നിപ്പോ ക്ലാസ് ലീവായിട്ട് വേറെ എന്തൊക്കെയാ പരിപാടി? വേറെ പരിപാടി പ്രത്യേകിച്ച് ബീഫ് കഴിക്കണം. അതല്ലാണ്ട് നമുക്ക് അമ്മ എന്താ ചെയ്യണ നോക്കെ. ബാ, അമ്മ അടുക്കളയില് എന്താ പരിപാടി നോക്കാം. കഴിഞ്ഞോ? ബീഫായോ? ഞങ്ങൾക്ക് എന്താ പണി? പ്രശ്നം എന്താന്ന് വെച്ചാല് വെളിച്ചെണ്ണ അല്ല ആദി. എന്ത് ചെയ്യടാ? വെളിച്ചെണ്ണ അല്ലടാ, വെളിച്ചെണ്ണ അല്ലാണ്ടാണ് ബീഫ് ഉണ്ടാക്കുന്നത്. എന്ത് ചെയ്യും? കടുക് വാങ്ങാൻ പറഞ്ഞതാ. ഈ ഒരു സാധനം കണ്ട, ഇത് കണ്ടാതി. ഇത് അമ്മ യോഗ ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിയ സാധനാ. അന്ന് 2 ദിവസം എന്താ എങ്ങനെ പിന്നെ തിരിഞ്ഞു നോക്കിയല്ല. അന്ന് ചുരുട്ടി വെച്ച. എനിക്ക് തോന്നുന്നു ഏകദേശം 1 കൊല്ലായി തോന്നുന്നു. യോഗയ്ക്ക് വിരിക്കാൻ വേണ്ടിട്ട് വാങ്ങിയ. അതിപ്പോ ഈ മൂലയിൽ ഇതാ അവിടെ തന്നെ എന്നോട്ടെ, തൊടണ്ട. പുരാവസ്ഥയായിട്ട് അവിടെ നോട്ടെ. ഇതാ അന്ന് ബീഫ് ഉണ്ടാക്കണ പുതിയ ചട്ടിയിലല്ലേ? ഇതിന്റെ എന്തേലും ഇതിന്റെ കമ്പനീന്റെ പേര്? ഇത് നല്ല സാധനല്ലേ ഇത് അല്ലേ? നമ്മള് ഈ ചട്ടി ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയ കേട്ടോ. അത് കിച്ചറ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം. ഇരുമ്പിന്റെ. അതേപോലെ തന്നെ അതാ ഈ പാത്രം, ഒരു പാത്രം ഉണ്ട്, നല്ല വലിയൊരു പാത്രം. നമുക്ക് സ്റ്റീലിന്റെ. അത് തന്നെ സ്റ്റീലിൻ്റെതാ. ഇത് നല്ല കനമൊക്കെ ഉള്ള നല്ല പാത്രം. നല്ല പാത്രം എന്ന് പറഞ്ഞാൽ ഇതാണ്ടോ. വെയിറ്റ് ചെയ്ത് അടിപൊളി ബീഫ് കറി ഒക്കെ റെഡി ആയിട്ടുണ്ട്. തേങ്ങക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളി കറി കേട്ടോ. അമ്മ ഉണ്ടാക്കിയോണ്ട് പറയല്ല, ബീഫ് കറി ഗംഭീരായി. നല്ല കറിയാ. അപ്പൊ ഇന്നത്തെ ചെറിയ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.